ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് അർഷി. ഇന്നൊരു പൊണ്ടത്തിൻ്റെ പായസം ട്രൈ ആക്കിയോണ്ടുള്ള നോക്കി, നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കി. നല്ലായിരിക്കും, ടേസ്റ്റായിനി. ഇച്ചിലും കുറച്ചൊരു സ്മെല്ലും കടിച്ചില്ലേ, നമ്മൾ ഹോർലിക്സ് കുടിക്കുന്നല്ലേ അതിൻ്റെ സ്മെല്ല് വരുന്ന ചോറും. അതിലേക്ക് പൊണ്ട വേണോ, പൊണ്ട ഇപ്പം ഒരു ചെന്ന് പാസ ബന്ന പൊണ്ടനെ എടുക്കണോ. പാസ ബന്നതെങ്കിൽ നമുക്ക് അതിനെ ഇത് കടേനുണ്ട്, പ്ലസ് അത് കട്ടാക്കിയിട്ട് ഇടാനുണ്ട്. അതിലേക്ക് പാസ ബന്ന പൊണ്ടനെ എടുക്കുക. ഇപ്പം തണ്ണി ഒരു ഒരു പാത്രമൊക്കെ വീത്തി തണ്ണി ഞാൻ ഒരേ പൊണ്ട എടുത്തില്ല, ഫസ്റ്റ് ട്രൈ ആക്കുന്നത് ഞാൻ അങ്ങനെ ആയിക്കൊണ്ട് ഒന്നെ എടുത്തിന ഞാൻ നല്ല പിന്നെ ആക്ക ചെല്ലിട്ട് നോക്കുമ്പോൾ നല്ല ഉണ്ടാങ്ങി. ഇപ്പം അതിൻ്റെ പാസത്തിനെയും എടുക്കുകയായിരുന്നു. ചിലെങ്കിൽ പാസ കുറച്ച് ഗട്ടിയുണ്ടെങ്കിൽ നല്ലത്. ഇത് ചിലെങ്കിൽ എൽത്തും അല്ല ബെലഞ്ഞതും അല്ല, അങ്ങനത്തേത് ചിലെങ്കിൽ കുറച്ച് എനിക്കൊന്ന് സ്മൂത്ത് ഇരിക്കുന്ന പാസ. ഗട്ടിയുള്ള പാസമെങ്കിൽ നമുക്ക് പായസത്തിൽ നിന്ന് തിന്നാനി കിട്ടുന്നത്, കടിച്ചിട്ടാകുമ്പോൾ കടിക്കാനി കിട്ടുന്നത്, അപ്പോൾ നല്ല എടുക്കുന്നല്ലേ. ഇത് ചിലെങ്കിൽ കുറച്ച് സ്മൂത്തുള്ള പാസ. ഇനി കുറച്ച് ബന്നങ്ങ വില എന്നല്ല, അതായെങ്കിൽ നല്ല ടേസ്റ്റ് ഇരിക്കും പായസൻ്റെ. അത് തന്നെ ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് നോക്കണം. ഇന്നലത്തെ പായസം മാത്രം നല്ല ആയിനി. അങ്ങനെ ഇതിൻ്റെ കൂടെ പായസമെല്ലാം എടുത്തോണ്ടുള്ള അതിൽ കുറച്ച് പാസ കടയിന് എടുത്തിട്ട് വെക്കുന്നതാണ്. എൻ്റെ ചാനൽ ആരെല്ലാം സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി ഇത് സപ്പോർട്ടാക്കി, ഷെയർ ആക്കി, ലൈക്കാക്കി. ഇതിൽ ചിലെങ്കിൽ നല്ല പാസ ഇല്ല, നീ ഉള്ളത്ര എടുത്തല്ല. ഇത് ഇത്ര കിട്ടി തണ്ണിയും പാസ. അതിൽ കുറച്ച് പാസന എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറുത് കട്ടാക്കിയിട്ട് വെച്ചാൽ, പിന്നെ കുറച്ച് പാസയും കുറച്ച് തണ്ണി എടുത്തിട്ട് അതെ പൊണ്ടത്തിൻ്റെ തണ്ണി എടുത്തിട്ട് ഗ്രൈൻഡാക്കാൻ വെച്ചാൽ, പിന്നെ കുറച്ച് തണ്ണി അവിടെ എക്സ്ട്രാ വെച്ചാൽ പിന്നെ ഗ്രൈൻഡ് ആക്കണം. നല്ല ഒരു ജ്യൂസ് പോലെ ആക്കണം, രണ്ട് മിക്സ് ആവണം. ഇതിപ്പോൾ ഇത്ര ഇതായി മിക്സായി ഇത്ര കിട്ടി. ഞാൻ ചില കുറച്ചാക്കുന്നതല്ല, അങ്ങനെ കുറച്ചെടുത്തിത്. ഇപ്പോൾ ഒരു തോപ്പ് വെച്ചാൽ അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് വീത്തിയോണ്ടുള്ള പയ്യൻ്റെ പാല് 1/2 ലിറ്റർ ഇപ്പം വീത്തിയോണ്ടുള്ള. അതിലേക്ക് പിന്നെ മിൽക്ക് മെയ്ഡ് വേണോ, പിന്നെ തേങ്ങയുടെ പാൽ വേണോ. ചില കുറച്ച് തേങ്ങയുടെ ഫ്ലേവർ കിട്ടാൻ തേങ്ങയുടെ പാലിനും ആക്കാം. ഇത് ഇപ്പോൾ 1/2 ലിറ്റർ പാൽ വീത്തുന്നാൻ. ഇതിപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല, ഗ്യാസ് ഓൺ ആക്കണം അത്രേ. ഇപ്പോൾ തോപ്പക്ക് 1/2 ലിറ്റർ പാൽ വീത്തുന്ന ദപ്പ പാലുണ്ടെങ്കിൽ നല്ലത്. ഇപ്പം ഇനി ഗ്യാസ് കത്തിക്കുക. ഇത് പയക്കണം, ഒരിക്കൽ നല്ല പയക്കണം. ഇത് അത്രത്തോളം വെക്കണം. ഇനി ಏನೊಂದು നോക്കിയിരുന്നു ഞാൻ, അത് എൻ്റെ തീയ ഉണ്ടല്ലേ, തീയൻ്റെ ആൻറ്റി മാമൻ്റെ തിരു ഒരു പായസം ആക്കുന്നത് ഓണത്തിനെല്ലാം ആക്കിനി. പന്നീരിൻ്റെ പായസം, പന്നീരിൻ്റെ കട്ട് അത് ട്രൈ ആക്കുന്ന. അതാക്കണമെങ്കിൽ കമൻറ്റ് ആക്കി. ഞാനതൊരിക്കൽ ട്രൈ ആക്കുന്ന. ഇത് നല്ലായി. ഇത് ചിലെങ്കിൽ പായസ പോലെ ഫീലും ഇല്ല, ജ്യൂസ് പോലെ ഫീലും ഇല്ല. ഒരു സ്മെല്ല് മാത്രം ഈ ഹോർലിക്സ് നമ്മൾ കുടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുന്നല്ല, ആ സ്മെല്ലും ഉണ്ട്. ഒരു ടേസ്റ്റ് ഡിഫറെൻറ്റ്. ഇതിലേക്ക് പിന്നെ നെയ്യും ഇടണം. നെയ്യിൽ കുറട്ടി ദ്രാക്ഷ വറുത്തിട്ടുണ്ടോ, കുറട്ടി ദ്രാക്ഷ ഇല്ല അങ്ങനെ കാര്യം നെയ്യ് മാത്രം ബിത്തുന്ന. ഇപ്പോൾ ഇത് പായച്ചി ഒരിക്കലത്തെ പായച്ചി. ഇപ്പോൾ ഇതിലിപ്പോൾ ആദ്യം തണ്ണി ബിത്തുന്ന തേങ്ങൻ്റെ അല്ല പൊണ്ടത്തിൻ്റെ തണ്ണി. ഇത് ബേക്കൊരിക്കൽ പായക്കണം. പൊണ്ടത്തിൻ്റെ തണ്ണി ബീത്തിയല്ലേ, ഇപ്പം ബേക്കൊരിക്കൽ പായക്കണോ. ഇത് കയ്യിലിട്ടോണ്ടിരിക്കണോ, ചിലെങ്കിൽ അടി പിടിക്കാൻ പായല്ല. നല്ല തിരിക്കണോ. ഇതിലേക്ക് പഞ്ചാരയും ഇടാം, മിൽക്ക് മെയ്ഡും ഇടാം. നമുക്ക് സ്വീറ്റ് എത്ര വേണോ അതിൻ്റെ ഇത് പ്രകാരം ഇടണം. ഇപ്പോൾ ഈ പായച്ചാൽ ഇപ്പം മിൽക്ക് മെയ്ഡ് ഇടുന്ന ഞാൻ നെസ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡ് ഇട്ടുകൊണ്ടുള്ള സ്വീറ്റ് നോക്കിയിട്ട് എത്ര വേണം ചൊല്ലിട്ട് ഇട്ടെങ്കായി. ഇപ്പോൾ വേഗം കലക്കണോ, അടി അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡെല്ലാം അടിയിൽ പോയിട്ട് നിൽക്കുന്നത് നല്ല കലക്കെങ്കായി. ഇത് ഞാൻ ആക്കറി മാത്രം ഇങ്ങനെ ഇല്ല, ഞാനൊരു യൂട്യൂബ് നോക്കിയാ
അതിനെ നോക്കിയിട്ടാക്കിയോണ്ടുള്ള പവർ ഹൗസിൻ്റെ യൂട്യൂബിൽ കിച്ചൻ്റെ ഒരു ഇതിരിക്കുന്നല്ല അതിൽ ഞാൻ പൊണ്ടൻ്റെ പായസമാക്കുന്ന നോക്കിയാൽ മാത്രം അതിൽ ഇങ്ങനെ ആക്കിയതല്ല അതിൽ വേറാക്കിയത് ഞാൻ കുറച്ച് വേറെ ആക്കിയോണ്ടുള്ള അതിലേക്ക് ഇത് കടഞ്ഞ് ഇത് പേസ്റ്റ് ഉണ്ടെങ്കിൽ ചിലങ്കിൽ പൊണ്ടത്തിൻ്റെ പാസയും തണ്ണി വീത്തിയിട്ട് പൊണ്ടത്തിൻ്റെ തണ്ണി വീത്തിയിട്ട് അതിനെ ഇട്ടായിപ്പാ ഇതിനി കുറച്ച് നേരം പഴക്കണോ. ഇതിപ്പോൾ നോക്കി ഇപ്പോൾ തന്നെ ഒരു ചൂറ് തിക്കായിക്കൊണ്ട് വന്നു. ഇപ്പോൾ ഇതിലേക്ക് പൊണ്ടത്തിൻ്റെ തണ്ണി ബീത്തിയ പാലുണ്ട്, മിൽക്ക് മെയ്ഡുണ്ട്, പിന്നെ പൊണ്ടത്തിൻ്റെ പാസയും പൊണ്ടത്തിൻ്റെ തണ്ണി കടഞ്ഞത് ബീത്തിയ. ഇനിയിപ്പോൾ എന്നെ കുറച്ചൊരു മധുരം കുറച്ചായി അങ്ങനെ കുറച്ചൊരു ബേക്ക് മിൽക്ക് മെഷീൻ്റെ ഇത് മിൽക്ക് മെയ്ഡ് ഇട്ടുകൊണ്ടുള്ള മെസ്ലിൻ്റെ ഇനി ബേക്ക് അങ്ങനെ തിരിക്കണം. ഇപ്പം എന്താക്കുന്ന വെച്ചാൽ കുറച്ച് തേങ്ങൻ്റെ ഫ്ലേവർ കിട്ടാൻ ഈ തേങ്ങൻ്റെ പാൽ വീത്തുന്ന തേങ്ങൻ്റെ പാൽ നമ്മമ്മ ആക്കിയിട്ട് വീത്താ ഞാൻ കുറഞ്ഞിട്ടുണ്ട് റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് ചെയ്തിട്ട് അത് വീത്തിയ ഞങ്ങൾ ജാസ്തി ആയിട്ട് കോക്കനട്ട് മിൽക്ക് ഇത് ഈ ബ്രാൻഡ് പിന്നെ ഈ തന്നെ കാപ്പി പിന്നെ വെളുപ്പ് കളറിൻ്റെ വരുന്നാൽ അത് ഇത് ജണ്ടിനാ ജാസ്തി കൊണ്ടുവന്നു. ഇത് കുറച്ച് നല്ലതാണ് ഈ എട്ടിൻ്റെ കറിയെല്ലാം നല്ലതാണ്. ഇത് ഇനി കുറച്ച് നേരം വഴക്കണം. സ്വീറ്റ് നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇടാം. ഞാൻ ലൈറ്റ് സ്വീറ്റ് ആക്കുന്നത് യാറെ സ്വീറ്റ് ആയെങ്കിൽ അതൊരു മസ്ത് വിലയാണ്. ഇപ്പം ഈ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്നില്ല പാസ അതിനായിട്ടുകൊണ്ടുള്ള ഇത് ബാക്ക് കിട്ടും നമ്മ തിന്നുമ്പോൾക്ക്. ഇനി നല്ല ഒരു പായച്ചെങ്കിൽ മതി. പായച്ചിട്ടായിട്ട് കുറച്ചൊരു മീത്തൊക്കെ നെയ്യിടുന്ന നെയ്യിൽ കുറച്ച് ദ്രാക്ഷ ഇട്ടെങ്കിൽ നല്ലതാണ്. നല്ല ഇല്ലൊക്കെ കൊണ്ട് കാല് നെയ്യ് മാത്രം ഒരു സ്പൂണിൻ്റെ അത്ര വീത്തിയാവും, ഒരു 1/4 സ്പൂണിൻ്റെ അത്ര. ശരി പായസത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുണ്ടല്ലോ. ഇതൊരു 3 ഗ്ലാസിൻ്റെ അത്ര പായസം ആക്കിയതാണ്. ഇപ്പം പൊണ്ടത്തിൻ്റെ പായസം റെഡിയായി. ഇനിയിപ്പോൾ വന്നാക്കിങ്ങായി ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് നോക്കി, നല്ലുണ്ട്, ടേസ്റ്റ് നല്ലതാണ്. ഇപ്പം സെർവ് ആക്കാം. കുച്ച തിന്നുന്നതിന് കൂളാക്കിയിട്ട് തിന്നെങ്കിൽ നല്ലിരിക്കും. ഞങ്ങൾ കുച്ച കുടിച്ചത് കുച്ച കുടിച്ചിട്ടാകുമ്പോൾ ഒരു ഹോർലിക്സിൻ്റെ ഫീൽ കിട്ടുന്നത്. അതൊരിച്ചൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിച്ചെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് വേറെ ആയിരിക്കും വരും. ആരെല്ലാം ട്രൈ ആക്കിയിട്ടില്ല ഒരിക്കൽ ട്രൈ ആക്കി. ഫസ്റ്റ് ഒരേ പൊണ്ടൻ ട്രൈ ആക്കി പിന്നെ നിങ്ങൾക്ക് നല്ലതെങ്കിൽ ആറായതാക്കിയും കഴിയും.